വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിലാൽ മസ്ജിദ് കമ്മിറ്റി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ സംഘടിപ്പിച്ച ഈ ക്യാമ്പ് അടിപൊളിയായിരുന്നു. ഈ ക്യാമ്പ് വിട്ടു പോകാൻ നല്ല സങ്കടമുണ്ട്. ഇനിയുള്ള ക്യാമ്പ് 2 ദിവസം 3 ദിവസമൊക്കെ വേണം. പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് എടുത്ത ബുഷ്ര ടീച്ചർ ഉമ്മയും ഉപ്പയെയും കുറിച്ചിട്ടായിരുന്നു. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് കുറേ സമ്മാനങ്ങൾ നേടാൻ കഴിഞ്ഞു. അതിൽ കുറേ ഗെയിമുകളുണ്ടായിരുന്നു. പിന്നെ ഉമ്മയോടും ഉപ്പയോടും ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലായി. പിന്നെ രണ്ടാമത് ക്ലാസ് എടുത്തത് ഹാഫിൽ ഹബീബ് റഹ്മാനായിരുന്നു. അള്ളാഹുവിനോട് സംസാരിക്കാം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത്. അത് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. കുറേ ചിരിക്കാനും കളിക്കാനും പറ്റി. പിന്നെ പല ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ജ്യൂസ് കിട്ടി. പിന്നെ അടിപൊളി ബീഫ് ബിരിയാണി കിട്ടി. പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ബിലാൽ മസ്ജിദ് തന്നെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിന്നെ മൂന്നാമതായി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ആക്കിൽ നസീറായിരുന്നു. ഫോണിൻ്റെ ഒരു ചതിക്കുഴിയെ പറ്റിയിട്ടായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. കുറേ കളിക്കും ചിരിക്കും പാട്ട് പാടാനും അങ്ങനെ കുറേ കലാപ്രവൃത്തികൾ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് കുറേ അവസരം കിട്ടി. ഇന്ന് 9 മണി മുതൽ 4 മണി വരെ ഞങ്ങളിവിടെ ക്യാമ്പിലായിരുന്നു. നല്ല രസമുള്ള ക്യാമ്പായിരുന്നു. 3 വിഷയമായിരുന്നു ക്യാമ്പിലുണ്ടായിരുന്നത്. ഒന്ന് ഉപ്പ ഉമ്മ എന്നായിരുന്നു. ആ വിഷയം എടുത്തത് ബുഷറ ടീച്ചറാണ്. നല്ല അടിപൊളിയായിട്ട് എടുത്തന്ന്. ഉമ്മാനോടും ഉപ്പാനോടും ഒന്നുകൂടി നന്നായി പെരുമാറണമെന്ന് തോന്നി. ക്ലാസ് ആയിട്ട് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവർ അനുഭവിച്ച വേദനകൾ മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും നല്ല തിരിച്ച് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ തോന്നി. ഫോണ് കൊണ്ടെത്തിക്കുന്ന ഒരു ചതിക്കുഴി എന്ന് പറയുന്ന വിഷയമായിരുന്നു. അത് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് ആക്കിൽ നസീർ സാറാണ്. അതും നന്നായി മനസ്സിലായി. നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു തന്നു. നല്ല രസമുണ്ടായിരുന്നു. കേട്ടിരിക്കാനാണെങ്കിലും കുറേ അറിവുകളും കിട്ടി. അപ്പോൾ ഇതുപോലെയുള്ള ക്യാമ്പ് ഇനിയും സംഘടിപ്പിക്കാൻ ബിലാൽ മസ്ജിദ് കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും നല്ല ക്യാമ്പായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ട് ക്യാമ്പിന് പങ്കെടുക്കുന്നത്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല ക്യാമ്പായിരുന്നു. പല വെറൈറ്റി ആയിട്ടുള്ള ക്യാമ്പുകളുണ്ട്. അതിലൊരു ക്യാമ്പാണ് ഇങ്ങനെ മഞ്ചേരിയിൽ ഉള്ള ഗ്രീൻ വാലിന്ന് വരുന്ന ഹബീബ് മാഷിൻ്റെ ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു. നല്ല കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അറിവുകളൊക്കെ കിട്ടി. പിന്നെ ഇനിയും ക്യാമ്പുകളൊക്കെ നടത്തണം എന്ന് ഞാൻ ഇതാക്കുന്നു. ആക്കിൽ നസീർ സാറായിരുന്നു. വളരെ രസമായിരുന്നു. ആ മാഷ് ഈ ഫോണ് ദുരുപയോഗം ചെയ്യും, നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ചതിക്കുഴിയിലേക്ക് വീഴുന്നത് നമ്മളെ ഫോണാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് നല്ല കാര്യങ്ങളും പറഞ്ഞെന്ന് അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ്സായിരുന്നു. നല്ല സന്തോഷമായിട്ട് കളിക്കാനും പറ്റി. നല്ല അറിവ് നേടാനും പറ്റി. അടുത്ത ക്ലാസ് ഇങ്ങനെ തന്നെ ആവണം. നല്ലൊരു ക്യാമ്പായിരുന്നു. ഇങ്ങനത്തെ ക്യാമ്പ് ഞാൻ ജീവിതത്തിൽ പോലെ കണ്ടിട്ടില്ല. ഇത് പിരിഞ്ഞു പോകുമ്പോൾ ഒരു സങ്കടവുമുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒരു ക്യാമ്പ് വരട്ടെ. ഫസ്റ്റ് എടുത്ത ക്യാമ്പ് ഉമ്മയും ഉപ്പയും കുറിച്ചിട്ടായിരുന്നു. എനിക്ക് നല്ല സങ്കടമായി. പിന്നെ അത് എടുത്തത് നമ്മുടെ ബുഷ്ര ടീച്ചറായിരുന്നു. ഫോൺ നമുക്ക് തരുന്ന ചതിക്കുഴി എന്നുള്ള ഇതായിരുന്നു മൂന്നാമത്തെ വിഷയം. അത് നമുക്ക് പഠിപ്പിച്ചത് ആകിൽ സൽമാൻ എന്ന സാറായിരുന്നു. എന്തായാലും എല്ലാതും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പഠിപ്പിച്ച ഒരു ടീച്ചറിനും 2 സാർമാർക്കും വളരെയധികം നന്ദി. അസ്സലാമു അലൈക്കും. ഇനി ഇതുപോലത്തെ ഒരു ക്യാമ്പ് ഉണ്ടാവാൻ, വലിയ സ്ഥലത്തുണ്ടാവാൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നു. ഇത് പിരിഞ്ഞു പോകുമ്പോൾ സങ്കടമുണ്ട്. എന്നാലും ഇതുപോലെ വീണ്ടും ഉണ്ടാവട്ടെ എന്ന് അറിയിക്കും. നല്ല ക്യാമ്പായിരുന്നു. ഇനി അതുപോലത്തെ ക്യാമ്പ് ഉണ്ടാകുമ്പോൾ വരണമെന്നുണ്ട്. സാറ് പഠിപ്പിച്ചെന്നൊക്കെ നല്ല മനസ്സിലായി. നല്ല ക്യാമ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഈ കളിഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. കുഴപ്പമില്ല. നല്ല ക്യാമ്പായിരുന്നു. വിചാരിച്ചതിനെക്കാട്ടും നല്ല രസമുണ്ടായിരുന്നു. മഞ്ചേരിയിൽ നിന്ന് ഗ്രീൻ വാലിയിൽ നിന്ന് വരുന്ന ഭീമാഷി പഠിപ്പിച്ചെല്ലാം മനസ്സിലായി. ഭീമാഷി കളിയും ചിരിയൊക്കെ ഇട്ട് നല്ല ക്യാമ്പുണ്ടായിരുന്നു. ഇനി ഇങ്ങനത്തെ ക്യാമ്പ് സംഘടിപ്പിക്കണം. കളിയും ചിരിയും എല്ലാതും കൂടിയിട്ട് അഭിമാഷി പഠിപ്പിച്ചെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇന്നെടുത്ത ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു. അതിന് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. മാഷി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ്
അറിയുന്നത്. ഈ മാഷ് നിസ്കാരത്തെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞു തന്ന്. 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്നും പറഞ്ഞു തന്ന്. നല്ല അറിവുകളൊക്കെ മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. ബിലാൽ മസ്ജിദിൽ നിന്ന് ഇങ്ങനത്തെ ഓരോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് നല്ലതാണ്.